വെൽക്കം ബാക്ക് ടു ഫൈനസ്റ്റ് ഓട്ടോമൊബൈൽസ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2008 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ടയോട്ട ഇന്നോവയാണ്. ഇന്നോവയുടെ വി വേരിയൻ്റ് ആണ്, അതായത് ടോപ്പ് മോഡലായിട്ട് വരും. ഡീസൽ വെഹിക്കിളാണ്. 2028 വരെ ഇതിന് ടെസ്റ്റ് വാലിഡിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡിയിലൊക്കെ കാര്യമായിട്ടുള്ള ഡാമേജുകളൊന്നുമില്ല. റണ്ണിങ് ബോർഡിലുള്ള ചെറിയൊരു ഡാമേജ് ഒഴിച്ചാൽ വേറെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നുമില്ല. ഇത് ഡയറക്റ്റ്ലി പാർട്ടിയുടെ അടുത്ത് നിന്ന് എടുത്ത വണ്ടിയാണ്. ബ്ലാക്ക് കളറാണ്. കമ്പനി അലോയ് വീൽസ് തന്നെ വരുന്നുണ്ട്. 2008 ജനുവരി മോഡലാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഗ്ലാസ് 2008 ബാക്കിയെല്ലാം 2007 ഗ്ലാസ്സുകളാണ് വരുന്നത്. ബോഡിയിൽ കാര്യമായിട്ടുള്ള പാച്ച് വർക്ക്സ് ഒന്നും തന്നെയില്ല. ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ നമുക്ക് ഈ കളറിന് നല്ലൊരു ഷൈനിങ്ങോട് കൂടി കൊണ്ടു നടക്കാനായി സാധിക്കും. 2,15,000 കിലോമീറ്ററാണ് അതിൻ്റെ ഓഡോമീറ്റർ റീഡിങ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട്. സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്, സീറ്റ് കവേഴ്സ് എല്ലാം വരുന്നത് ബീച്ച് ടൈപ്പ് ലെതറാണ്. സീറ്റ് കവേഴ്സ് അതിൻ്റേതായ ഒരു പഴക്കം കാണുന്നുണ്ട്. പവർ വിൻഡോസും അതുപോലെ തന്നെ സൈഡിലെ പാനലെല്ലാം നല്ല ഒരു ഫിനിഷിംഗ് ഉണ്ട് ഇതിന്. റൂഫിലാണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു അഴുക്ക് കാര്യങ്ങളൊന്നും ഇതിലില്ല. ബേസിക്കലി ഒന്ന് ഇൻറ്റീരിയർ ക്ലീനിങ്ങും ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സീറ്റ് കവേഴ്സ് ഒറിജിനൽ സീറ്റ് കവേഴ്സാണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്ന് റീപ്ലേസ് ചെയ്താലും നല്ലതായിരിക്കും. റൂഫ് AC എല്ലാം കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ എല്ലാ ഫങ്ഷൻസും കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഡിക്കി തുറക്കുമ്പോൾ വ്യൂ. വേറെ ആക്സിഡൻസോ റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് സിംഗിൾ ഓണറാണ്. ഒറിജിനൽ കേരള വെഹിക്കിളാണ്. ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് നോക്കാം. ഇതിൻ്റെ 2.5V ബാഡ്ജിങ് ഇതിലുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. ഗ്ലാസ് എല്ലാം 2007. ടയറുകളൊക്കെ ഒരു 70% പറയാനുള്ളത്. ഫ്രണ്ട് ടയറുകളാണെങ്കിലും സെയിം തന്നെയാണ്. ഇനി അണ്ടർബോഡി നോക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള റസ്റ്റോ പാച്ച് വർക്ക്സോ ഒന്നും തന്നെയില്ല. അണ്ടർബോഡി എല്ലാം അത്യാവശ്യം ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇനി എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കാം. എഞ്ചിൻ ഭാഗമാണെങ്കിലും ടയോട്ടയുടെ പിന്നെ നമുക്ക് റിലയബിലിറ്റി എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ വാഹനത്തിൻ്റെ ആണെങ്കിലും സർവീസ് എല്ലാം കറക്റ്റായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. വേറെ ഓയിൽ ലീക്കേജോ വൈറ്റ് സ്മോക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നോർമലി ഇന്നോവയ്ക്ക് വരുന്നൊരു ബ്ലാക്ക് സ്പോക്ക് മാത്രമേ ഇതിനുള്ളൂ. എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നമുക്കിന്ന് ഓടിച്ച് നോക്കാം. ഇന്നോവ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഈ ഒരു ഇയർലി ഓർ വേറെയിലാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ്. AC എല്ലാം പക്ക വർക്കിംഗ് ആണ്. പിന്നെ ഇതിൽ ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയും അതുപോലെ LED ഡിസ്പ്ലേയും വർക്കിംഗ് അല്ല. ബേജ് കളറായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴും ഒരു പ്രീമിയം ഫീൽ ഉണ്ടായിരുന്നു. ഇനി വാഹനം എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും വേറെ ക്ലച്ച് ജഡറിങ്ങും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മളിത് ലോക്കൽ റോഡിലും അതുപോലെ തന്നെ റബ്ബറൈസ്ഡ് റോഡിലും ഓടിച്ചിരുന്നു. വണ്ടി കൈ വിടുമ്പോഴുള്ള സൈഡ് വലിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വേറെ അലൈൻമെൻ്റ് എല്ലാം പക്കയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയർ വെട്ടി തേഞ്ഞിട്ടുമില്ല. പിന്നെ കാല് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട്. സെക്കൻഡ് റോ, തേർഡ് റോ AC എല്ലാം നല്ല കൂളിംഗ് ഉണ്ട്. ലോക്കൽ റോഡിൽ ഓടിക്കുമ്പോഴാണെങ്കിലും വേറെ സസ്പെൻഷൻ നോയ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 4,75,000 രൂപയാണ്. നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് ഈ വാഹനം താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നമ്മൾ ആദ്യം ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓൾറെഡി നമുക്ക് നല്ല രീതിയിൽ എൻക്വയറീസ് വണ്ടിക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കല്ലേറ്റിങ്കരയിലാണ്. നിങ്ങളുടെ കയ്യിലും ഇതുപോലുള്ള വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. തൃശ്ശൂർ ഏരിയയിലുള്ള വണ്ടികളാണെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത വണ്ടികൾ നമ്മൾ നമ്മുടെ സ്റ്റോറി ആയിട്ടോ പേജിൽ വീഡിയോ ആയിട്ടോ ഇടുന്നതായിരിക്കും. മറ്റൊരു വാഹനവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫൈനസ്റ്റ് ഓട്ടോമൊബൈൽസ് സൈനിങ് ഓഫ്.